ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ചാനലിൽ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് ഗായ്സ്. അപ്പോൾ അതിൻ്റെ കുറേ പോരായ്മകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ ചാനലിലേക്ക് മാറ്റം വരുത്തേണ്ടത് ആ കാര്യങ്ങൾ മൊത്തം സജഷൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. ഞാൻ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിപ്പോൾ ഒരു കുഞ്ഞ് ട്രക്കിംഗ് വ്ളോഗാണ്. ട്രക്കിംഗൊന്നും പറയാൻ പറ്റില്ല, എന്നാലൊരു കുഞ്ഞ് മല കയറാൻ പോയൊരു വ്ളോഗ്. അത് വേറെ ഒന്നല്ല, ഞാൻ നിങ്ങളുടെ നാട്ടിലല്ല, ഞാൻ പഠിക്കേണ്ട ആവശ്യത്തിന് ബാംഗ്ലൂരാണ്. അപ്പം അങ്ങനെ എനിക്ക് 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ടൈമായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. എപ്പോൾ നാട്ടിൽ വന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ നടക്കില്ല പരിപാടി. അപ്പോൾ ഇപ്രാവശ്യം ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട ആ ഇതിൻ്റെ അകത്തായതുകൊണ്ട് കഴിഞ്ഞ് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റെല്ലാം വാങ്ങി വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു ഞായറാഴ്ച ആയപ്പോഴേക്കും നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് ഒന്ന് ട്രക്കിങ്ങിന് പോയതാണ്. ഇതെന്ന് വെച്ചാൽ കണ്ണൂർ പൈതൽ മല. അടുത്തേക്കാണ് നമ്മൾ പോയത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 9 മണിയായി. അപ്പോൾ പോകുമ്പോൾ തന്നെ വിചാരിച്ചത് അവിടെ എത്തുമ്പോഴത്തേക്ക് നട്ടപ്പൊറിയുന്ന വെയിലായിരിക്കും, ഫുള്ള് മറ്റേ ഷോകാസ്തായിരിക്കും നേരിച്ചിട്ട് നമ്മൾ പോകുന്നത്. പക്ഷെ ആടെ എത്തിയ സമയം കാണുന്ന കാഴ്ച ചെയ്ത് 11-11:30 നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക്. പക്ഷെ ആടത്തെ കോട കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇത് നല്ലൊരു അടിപൊളി ട്രിപ്പായിരിക്കും, നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, സ്മൂത്തായിട്ട് നമുക്ക് മല കയറാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ കയറി തുടങ്ങി. അവിടെ എത്തുന്നവരുണ്ടായ നെഗറ്റിവിറ്റി ഫുൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പോയായിരുന്നു. പിന്നെ അങ്ങനെ അവിടത്തേക്ക് എത്താനായ സമയമാണ് ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ ഈ തണുപ്പ് സെറ്റായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു പീടിക കണ്ടപ്പോൾ അവിടെ നമ്മളവിടെ നിർത്തിയിട്ട് കുറച്ച് ചായയും എന്തെങ്കിലും കഴിക്കാമെന്നുള്ള ഇത് മെൻറ്റാലിറ്റിയിലായി. അപ്പോൾ അവിടെ എത്തിയ ടൈം എന്ന് വെച്ചാൽ ചായയും പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ്, മാഗി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായി. അപ്പം ബ്രെഡ് ഓംപ്ലേറ്റും മാഗി ഒന്നും തിന്നാനുള്ളൊരു മൂഡില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചായയും കുടിച്ച് പിന്നെ എന്തോ പാക്കറ്റ് അത് വാങ്ങിയിട്ട് ഊണ് തന്നിട്ട് നമ്മൾ ആടുന്ന വേഗം തന്നെ ഇറങ്ങിയിട്ട് ആടെ പൈതൽ മലേൻ്റെ ആ എൻട്രൻസിന് അവിടെ എത്തി. എൻട്രൻസിന് അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് ബാഗ് ചെക്കിങ് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ട്രക്കിങ് തുടങ്ങി. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ നടത്തം കൊണ്ടായിരിക്കും. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പിന്നെ ഈ മല കയറിക്കൊന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി ഉറവ് പൊട്ടി വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആടെ എത്തിക്കാൻ ഒടുക്കത്തെ തണുപ്പും അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വീഴുന്നതും ആ സൗണ്ടെല്ലാം കേട്ട് നടക്കാൻ വേണ്ടി ഒരു പ്രത്യേക സുഖം. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. പിന്നെ ഇത് മല കയറി മേലെത്തിയിട്ട് ഇപ്പം താഴെ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടന്ന വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവർ കാണാൻ വേണ്ടി നടന്ന് പോകുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കുറച്ച് അങ്ങോട്ട് കോട മറങ്ങിയിട്ട് ക്ലിയർ ആവുന്നതെന്ന് അറിയില്ല. അത് അവിടെയാണ് വാച്ച് ടവർ. ആ വാച്ച് ടവറിൻ്റെയും സൈഡിലോട്ട് പോയി കഴിഞ്ഞാലാണ് വ്യൂ പോയിൻ്റ് എത്താം. അപ്പോൾ അവിടത്തേക്ക് നടക്കുന്ന വഴിയാണിത്. അപ്പം അതിലേ താഴേക്ക് എത്തി വ്യൂ പോയിൻറ്റും കൂടി കണ്ടു. കാർമേഘമൊഴിഞ്ഞു പൂമെല്ലെ വിരിഞ്ഞു കാറ്റാകെ മൂളുന്നൊരീണമോ എന്നിട്ട് ആടുന്ന ആ കോടയുടെ തണുപ്പിൽ നമ്മൾ കയറിയ ക്ഷീണം മൊത്തം തീർക്കാം. അതിന് ശേഷം മാത്രം എത്ര ടൈം വേണം എടുത്ത് ക്ഷീണം തീർത്തോ, ഞാനൊരു 1/4 മണിക്കൂറിൽ മേലാടി ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ ക്ഷീണം മൊത്തം തീർത്തതിന് ശേഷം തിരിച്ച് നമ്മൾ കയറിയ മല മൊത്തം ഇറങ്ങാനുണ്ട്. അപ്പം തിരിച്ച് ആദ്യം നടക്കാം. എന്നിട്ട് ആ വ്യൂ ടവറിൻ്റെ മേലെ നമ്മൾ അപ്പോഴാണ് കയറിയ. ആ വീഡിയോ എടുക്കാനുള്ള സ്റ്റാമിന എനിക്ക് ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ടയർഡായിരുന്നു ഞാൻ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത്. പിന്നെ ആടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഉച്ചക്ക് കുറച്ച് ഹെവി ആയിട്ട് അങ്ങ് കഴിച്ച് പിന്നെ ആടെ നേരെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടണേ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.